Hi friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയത് നമ്മുടെ കയ്യിൽ തന്നെയുള്ള വാട്ടർ പ്ലാന്റ്സ് എങ്ങനെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നതെന്ന് ഒത്തിരി പേര് ഡൗട്ട്സ് ആയിട്ട് കമൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വാട്സപ്പിൽ കോൺടാക്റ്റ് ഒക്കെ ചെയ്ത് ഒത്തിരി പേര് പ്ലാന്റ്സ് അയച്ച് സക്സസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടാമാക്കാൻ വേണ്ടി ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഞാൻ തന്നെ ഇപ്പോൾ കൊറിയർ അയക്കുന്ന മെത്തേഡ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഞാൻ ഒരു വീഡിയോയും കൂടെ ഇട്ടിരിക്കാം. ഇപ്പോൾ ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് കൊറിയറിൽ അയക്കാൻ പറ്റും, ഏത് സമയം അയക്കുന്നതാണ് ബെറ്റർ, അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കമൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കമൻറ്റ് ജസ്റ്റ് ഏകദേശം പേര് ചോദിച്ചിട്ടുള്ള ഏത് കൊറിയർ വഴിയാണ് അയക്കുന്നതാണ്. ഞാൻ അയക്കുന്ന കൂടുതലും DTDC ആണ്. DTDC ആകുമ്പോൾ എനിക്കിവിടെ ഒരു ഏകദേശം വന്നിട്ട് ഒരു 60 അല്ലെങ്കിൽ 40 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് അയക്കാൻ പറ്റും. 40 അയക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാക്കിംഗ് ചാർജും എല്ലാം കൂടെ ആയിട്ട് ഒരു 60-70 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രോബെറി പ്ലാന്റ്സ് ഒക്കെ അയക്കുന്ന സമയത്താണെങ്കിൽ അവരിൽ നിന്ന് ഒരു പ്ലാന്റ് ഇപ്പോൾ അയച്ചാലും 70 രൂപയ്ക്ക് വാങ്ങാറുണ്ട്. കാരണം മണ്ണൊക്കെ വലിച്ച് അയക്കുമ്പോൾ കുറച്ച് നമ്മുടെ കൊറിയർ ചാർജ് കൂടും. പിന്നെ 5 പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ 100 രൂപ ഞാൻ കൊറിയർ ചാർജ് മേടിക്കും. കാരണം വെയിറ്റ് അനുസരിച്ച് കൊറിയർ ചാർജ് വ്യത്യാസമുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ മേടിക്കുന്നത്. പിന്നെ പ്രൊഫഷണൽ ആണെങ്കിൽ അത് ഓരോ ലൊക്കാലിറ്റി പോലെ ചേഞ്ച് ആയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ പ്രൊഫഷണൽ ആണെങ്കിൽ അവർ കൊറിയർ ചാർജ് 60 രൂപയൊക്കെ വെച്ച് മേടിക്കും. ചില സമയത്ത് ഞാൻ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ 50 ഒക്കെ വാങ്ങും. പക്ഷേ അതിൽ കുറഞ്ഞ് പ്രൊഫഷണൽ എൻ്റെ കയ്യിൽ ചില സമയത്ത് കൂടുതലേ വാങ്ങും, അതിൽ കുറയാറില്ല പ്രൊഫഷണൽ. പക്ഷേ DTDC ആകുമ്പോൾ ഒരു 40 എനിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ കസ്റ്റമേഴ്സിന് എനിക്കൊരു 60-70 ഇട്ട് ആ ഒരു റേഞ്ച് കൊടുക്കാൻ പറ്റും. പാക്കിങ്ങും പിന്നെ കൊണ്ടു കൊടുക്കുന്ന എല്ലാമൊക്കെ നോക്കുമ്പോൾ നമുക്കതാണ് ലാഭം. ഓക്കെ, അപ്പോൾ DTDC പ്രൊഫഷണൽ, പിന്നെ ഈ ട്രാക്ക് ഓൺ, അങ്ങനെ കുറച്ച് കൊറിയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മാരുതി സർവീസ്, മാരുതി ഉണ്ട്, അതിലൊക്കെ ഞാൻ ഒത്തിരി അയച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നോക്കിയത് നമ്മുടെ കേരളത്തിനകത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ DTDC ആകുമ്പോൾ അവർ 2 ദിവസം കൊണ്ട് എത്തിക്കും. അപ്പോൾ അതാണ് കുറച്ച് ബെറ്റർ. പിന്നെ നമുക്ക് അടുത്ത് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർജിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 40 അല്ല 60, ഞാൻ കൊറിയർ കസ്റ്റമേഴ്സിനായി നമുക്കൊരു 70 മേടിച്ചില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പാക്കിംഗ് ചാർജും പിന്നെ അതിലെ പാക്കിങ്ങിനുള്ള പെട്ടിയാണ് കുറേ സാധനങ്ങൾ നമ്മളെല്ലാം മേടിക്കുന്നതാണ്. പിന്നെ അതിൽ വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു 30 ചാർജ് കൂടുതൽ വാങ്ങുന്നത്. കാരണം ഇവിടെ നിന്നെല്ലാം വീണ് സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പെട്രോൾ അടിച്ച് ഇതെല്ലാം കൊണ്ട് അവർക്ക് കൊടുക്കണം. അതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ അങ്ങനെ ഒരു ചാർജ് മേടിക്കുന്നത്. ഏകദേശം പേര് അങ്ങനെ കൂടുതൽ മേടിക്കാറുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് കൊറിയർ അയക്കാൻ പറ്റിയ ദിവസം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൊറിയർ അയക്കാൻ പറ്റിയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം തിങ്കളാഴ്ചകളിൽ അയക്കുക. നമ്മൾ ഞായറാഴ്ചയൊക്കെ നമുക്ക് ഫ്രീ ടൈമൊക്കെ ഉണ്ടായിരുന്ന സമയത്തിരുന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ അയക്കുക. ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയോണ്ട് ഞാൻ ഈ ഒരു മെത്തഡാണ്. അല്ലെങ്കിൽ ഞാൻ രാവിലെ അയച്ചിട്ട് ലൈവ് പ്ലാൻസ് അല്ലേ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5 മണിക്കൊക്കെ എണീറ്റിരുന്ന് പാക്ക് ചെയ്ത് തുടങ്ങിയ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ പാക്കിങ് കഴിയും. എന്നിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാമായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോളേജിലൊക്കെ എനിക്ക് ക്ലാസ് തുടങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു മെത്തഡാണ്. ഞായറാഴ്ച ഒരു വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ പാക്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ കഴിയും. അതിനുശേഷം രാവിലെ ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് അവർ DTDC അറിയാമെന്നുള്ള ചേട്ടനെ അവിടെ ഞാൻ രാവിലെ കൊടുത്തിട്ട് പോകും. അവർ ചേട്ടൻ വരുന്ന കട തുറക്കുന്ന സമയത്ത് സൈഡിലിരിക്കുന്ന കാര്യം എടുത്ത് എനിക്ക് അപ്പോഴേ തന്നെ എൻ്റെ ട്രാക്കിംഗ് ID എല്ലാം ചേട്ടൻ എഴുതി തരാറുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാൻ അയക്കുന്നത്. പിന്നെ ഓരോ സ്റ്റേറ്റ് നമ്മളെ കേരളത്തിനകത്ത് മാത്രമാണെങ്കിലാണ് DTDCയിൽ ഒരു 50-40 ഒക്കെ വരുന്നത്. കേരളത്തിന് പുറത്താണെങ്കിൽ തമിഴ്നാടാണെങ്കിൽ ഒരു പെർ കൊറിയറിന് അവർ 80 DTDC മേടിക്കുന്നത്. പിന്നെ ബാംഗ്ലൂർ ആണെങ്കിൽ 90 ഒക്കെ മേടിക്കാറുണ്ട്. പക്ഷേ ഇൻ കേസ് അതിൽ കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ അതനുസരിച്ച് കൊറിയർ ചാർജ് വ്യത്യാസം വരും. കൂടുതലും വാട്ടർ പ്ലാന്റ്സും ഇതുപോലത്തെ ലൈവ് പ്ലാന്റൊക്കെ നമ്മൾ കേരളത്തിലുള്ളവരാണെങ്കിൽ ബാംഗ്ലൂർ വരെയൊക്കെ അയക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അതിനേക്കാളും ഞാൻ ആന്ധ്രാപ്രദേശിൽ അയച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശും വലിയ കുഴപ്പമില്ല. അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ഡേയ്സ് എടുക്കും. സാധാ കൊറിയർ ആണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴിയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റിൽ അവിടെയൊക്കെ എത്തും. അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് വഴി അയക്കാനാണെങ്കിൽ കുറച്ച് ബെറ്റർ. പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് വഴി അയച്ചു കഴിഞ്ഞാൽ ഒരു 250 സംതിങ് റേറ്റ് കൂടുതലാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ഇഷ്ടമനുസരിച്ച് അയക്കുക. കസ്റ്റമറിൻ്റെ അടുത്തും കൂടെ ചോദിച്ച് DTDC ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൊറിയർ ഏത് പാർട്ണറുമായിട്ടാണ് നിങ്ങൾ അയക്കുന്നത് അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചാർജൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അയക്കേണ്ടത്. എത്ര ദിവസം കൊണ്ട് എത്തും എല്ലാം നോക്കി അയക്കണം. അല്ലെങ്കിൽ പ്ലാൻ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്, അവർക്ക് നഷ്ടമാണ്. പിന്നെ അടുത്ത് വേറെ സ്റ്റേറ്റിലേക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് എത്തും? നമ്മളെ സ്റ്റേറ്റ് ആണെങ്കിൽ കേരളത്തിനകത്താണെങ്കിൽ ഏകദേശം 2 ദിവസം കൊണ്ട് എത്താറുണ്ട്. DTDC ആണെങ്കിൽ കൂടുതലും DTDC ആണ് ഞാൻ അയക്കുന്നുകൊണ്ടാണെന്ന് പറയുന്നത്. പ്രൊഫഷണൽ 2 ദിവസം കൊണ്ടൊക്കെ എത്താറുണ്ട്. പിന്നെ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് തമിഴ്നാടാണെങ്കിൽ ഏകദേശം 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എത്താറുണ്ട്. ബാംഗ്ലൂർ ആണെങ്കിൽ 4 ദിവസം കൊണ്ട് എത്താറുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ട് നമുക്ക് ഇപ്പോൾ ഫിഷും അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈവ് ഫീഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും DTDC എടുക്കാറില്ല. ഇപ്പോൾ നമുക്കിവിടെ സാധാരണ എല്ലായിടത്തും അവർ എടുക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലും DTDCയിൽ ഫിഷൊന്നും അയക്കാറില്ല. ഇപ്പോൾ മൊയിന ലൈവ് ഫീഡ് കൂടുതൽ ഇപ്പോൾ ഫിഷ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പോൾ ഉള്ള ഫിഷൊക്കെ അയക്കുന്നത് ഞാൻ പ്രൊഫഷണൽ വഴിയാണ് കൊണ്ടുകൊടുത്ത് അയക്കുന്നത്. ഡാഫ്നിയ ആൽഗയൊക്കെ റിമൂവർ ആയിട്ടുള്ള എൻ്റെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൊയിന അങ്ങനെയുള്ള ലൈവ് ഫീഡൊക്കെ ഞാൻ അയക്കുന്നത് കൂടുതലും
പ്രൊഫഷണൽ വഴിയാണ്. പക്ഷേ കൊറിയർ ചാർജ് എൻ്റെ കയ്യിൽ നിന്ന് അവർ 60-50 വെച്ച് വാങ്ങും. അതുകൊണ്ട് കൊറിയർ ചാർജ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഞാൻ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 രൂപയ്ക്ക് പക്ഷേ കൂടുതൽ മേടിക്കാറുള്ളൂ അവിടെ അയക്കുന്ന സമയത്ത്. അത് കാരണം കൂടുതൽ അവരിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് അവർക്കും പിന്നെ നമുക്ക് വാങ്ങാനുള്ളവരല്ലേ. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഞാൻ DTDCയിലാണ് സാധാ ലൈഫ് പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത്. പക്ഷേ ലൈഫ് ഫീഡും ലൈഫ് ഫിഷൊക്കെ അയക്കുന്ന മറ്റതിലാണ്. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ പ്ലാന്റ്സ്. പിന്നെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊറിയർ അയക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ദിവസവും 5 ദിവസത്തിനകത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ അയക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. പക്ഷേ ചില സമയത്തൊക്കെ 7 ദിവസമൊക്കെ ചില പ്ലാന്റ്സ് ഒക്കെ ഇരിക്കാറുണ്ട്. ഞാൻ ഹെല്ലോപ്പസ് എന്ന് പറഞ്ഞൊരു മഞ്ഞച്ചെടി പ്ലാന്റ് അയച്ചിട്ടുണ്ട്. അത് കറക്റ്റ് 7-8 ദിവസം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നു. എന്തായാലും അവർക്ക് നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു ആയിട്ടുണ്ട്. അവർ ഫോട്ടോസൊക്കെ ഫ്ലവറിങ് ആയ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മളെ കൊറിയർ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊറിയറിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമാണോ ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആവശ്യമുള്ള നമുക്ക് ഇതുപോലത്തെ 2 ടേപ്പുകൾ ആവശ്യമാണ്. ഇത് മെയിനായിട്ട് നമുക്ക് കൊറിയർ ചെയ്യുന്നവർക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഒരു ജസ്റ്റ് ബ്രൗൺ ആയിട്ടുള്ള ഇത് നമുക്ക് ആദ്യം അതിന് കവർ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് എഴുതി കഴിഞ്ഞിട്ട് അതിൽ ചുറ്റി ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് അവിടെ നിന്നാണ് മേടിക്കുന്നത്. ഇവിടെയും ചിലയിടത്തൊക്കെ 50-60 വെച്ച് മേടിക്കാറുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ 35 ആ ഒരു റേഞ്ചാണ് ഇതിനുള്ളത്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് അത് വാങ്ങുന്നതുകൊണ്ട് എനിക്ക് 35 വെച്ചാണ് ഓരോന്ന് കിട്ടുന്നത്. ചിലയിടത്ത് കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ റേറ്റ് കുറവുള്ളടത്ത് മേടിച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് എക്സ്പെൻസ് കുറയും. അപ്പോൾ ഇതിലൊക്കെയാണ് കൂടുതൽ നമുക്ക് എക്സ്പെൻസ് പോകുന്നത്. നമുക്കൊന്ന് ഫുൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഏകദേശം കുറച്ച് പൈസ അതിലാവും. പിന്നെ നമുക്ക് ന്യൂസ് പേപ്പർ ഇതിൻ്റെ അകത്ത് ഓരോ പ്ലാന്റ്സ് നമ്മൾ വയ്ക്കുമ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ മടക്കി വെക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് വാട്ടർ പ്ലാന്റ്സിന് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോയിൽ കറക്റ്റ് ഞാൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ നമുക്ക് ആവശ്യം നമുക്കിത് കൊടുക്കാനുള്ള പെട്ടിയാണ്. അത് എവിടെ നിന്ന് വാങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു സ്ട്രോബെറി പ്ലാന്റ് ഞാൻ അയക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്ട്രോബെറി പ്ലാന്റ് അയക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു മെത്തേഡിലാണ്. ഇതൊരു കുപ്പിയാണ്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. കുപ്പി നമ്മൾ ഇതുപോലെ അറുത്ത് മോൾ ഭാഗം കീറിയതിന് ശേഷം നമുക്ക് കൊറിയർ അയക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിപ്പോൾ ഇതും ഒരു മാർക്കർ നമുക്ക് ആവശ്യമാണ്. ലൈവ് പ്ലാന്റ്സ് ഒക്കെ അയക്കുമ്പോൾ കുറച്ച് അവർ ശ്രദ്ധിച്ച് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി നമ്മളിതിലിങ്ങനെ ഇവിടെ ലൈവ് പ്ലാന്റ് എന്നോ ഇപ്പോൾ ഫിഷ് അയക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. ലൈവ് പ്ലാന്റ് നമ്മൾ ജസ്റ്റ് കണ്ട ഇങ്ങനെ ലൈവ് പ്ലാന്റ് നമ്മളിതിൽ എഴുതി കൊടുക്കാറുണ്ട്. 2-3 സൈഡിലൊക്കെ എഴുതിയിരുന്ന അവർ കുറച്ച് ഫാസ്റ്റ് കൊണ്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അതൊരു മെത്തേഡ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് കുപ്പികളൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഒന്നൊക്കെ അയക്കുമ്പോൾ ഞാൻ കൂടുതലും കുപ്പി എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലാണ് അയക്കുന്നത്. പിന്നെ അടുത്തൊരു മെത്തേഡാണ് നമുക്കിതുപോലെ ഷൂസൊക്കെ മേടിക്കുന്ന കടകളിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതുപോലത്തെ ഇത് നമ്മൾ എന്ത് ചെയ്യുക, അവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സുകൾ അവർ തരും. ഇതുപോലത്തുള്ള ബോക്സ് വന്നിട്ട് ഏകദേശം നമ്മൾ 1 കിലോ വന്നിട്ട് അതിൻ്റെ കടയിൽ പോയി തൂക്കി നോക്കി അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കടയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ നല്ലത് വരുന്നതനുസരിച്ച് എനിക്ക് വച്ചിരിക്കും. എന്നിട്ട് ഞാൻ അവരെ അടുത്തുള്ള കടയിൽ പോയിട്ട് തൂക്കിയിട്ട് അതിൻ്റെ റേറ്റ് എല്ലാം അവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് ഒന്നിന് 1 രൂപ 2 രൂപയ്ക്ക് അടുപ്പിച്ച് ആവാറുണ്ട് ഈ ഒരു പെട്ടിക്ക്. പിന്നെ നമ്മൾ കണ്ട അഡ്രസ്സ് എഴുതിയതിന് ശേഷം ആദ്യം ഞാൻ മറ്റേ ബ്രൗൺ ടേപ്പ് വെച്ച് ചുറ്റും, എന്നിട്ട് അഡ്രസ്സ് എഴുതിയതിന് ശേഷം വൈറ്റ് ടേപ്പ് വെച്ച് ഇവിടെ എങ്ങനെ എഴുതും. ഇത്രയേ ഉള്ളൂ. ഇത്രയും മാത്രമേ നമുക്ക് കൊറിയറിന് ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളിനി പ്ലാന്റ് സേഫ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കിനി അടുത്തെന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഞാൻ ഇന്നത്തെ കുറച്ച് പ്ലാന്റ് ഞാൻ കൊറിയർ അയക്കാൻ വേണ്ടി കുറേയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പ്ലാന്റ് ഞാൻ ഇന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു നമ്മൾ പനാമ പസഫിക്കിൻ്റെ ഒരു പ്ലാന്റും പിന്നെ ഒരു മെക്സിക്കൻ സോഡ്, ഒരു വാട്ടർ പോപ്പി. അതെങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നതെന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമ്മൾ പാക്കിംഗ് ഇതിൻ്റെ ഉള്ളിലുള്ള പുറമേയുള്ള ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉള്ളിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിന്ന് കൊറിയർ അയക്കാനുള്ള കുറച്ച് പ്ലാന്റ്സ് പാക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ഒരു പ്ലാന്റാണ് ഇത്. മെക്സിക്കൻ സോഡാണ്. ഞാൻ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ചെക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് മെക്സിക്കൻ സോഡാണ്. ഇത് വന്നിട്ട് 50 രൂപയ്ക്കുള്ള പ്ലാന്റാണ്. ഉണ്ട് ഒരു ഫ്ലവറും കൂടെ വന്നൊരു പ്ലാന്റ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അടുത്ത് നമ്മളെ വാട്ടർ പോപ്പി, അതിൻ്റെ ഒരു പ്ലാന്റ് എടുത്തിട്ടുണ്ട്. then അടുത്ത് നമ്മളെ പനാമ പസഫിക്കിൻ്റെ പ്ലാന്റാണ്. വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓരോ പ്ലാന്റായിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പത്ര പേപ്പറിൻ്റെ ഒരു പൂട്ട് പത്ര പേപ്പർ എടുക്കുക. അപ്പോൾ എന്നിട്ട് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഫസ്റ്റ് ഞാൻ നമ്മുടെ വാട്ടർ പോപ്പിയും ജസ്റ്റ് പാക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു പ്ലാന്റ് എടുത്ത് വെച്ചു. ഈ പ്ലാന്റ് ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ആമ്പൽ മാത്രമുള്ളത്. അതിൻ്റെ ഒരു കറക്റ്റ് അപ്ഡേറ്റും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുക. ഇതിനെ ജസ്റ്റ് ഒന്ന് ഈ വെള്ളത്തിലോട്ട് ഒരു ബക്കറ്റ് എന്തെങ്കിലും വെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മുക്കി കൊടുക്കുക. ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ മുക്കി കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ പ്ലാന്റിനെ നമുക്ക് അതിലോട്ടിരിക്കാൻ വേണ്ടി വെള്ളം നനച്ചതിന് ശേഷം മാത്രം അടക്കുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. പ്ലാന്റ് ഇത്രയും ആയിട്ടുണ്ട്. ആ ഒരു പ്ലാന്റ് കഴിഞ്ഞു. അടുത്ത പ്ലാന്റ് നമ്മളിതുപോലെ ന്യൂസ് പേപ്പർ എടുക്കുക. ഓരോ പ്ലാന്റിനെയും നമ്മളിതുപോലെ ചെയ്യണം.
then അടുത്ത് നമ്മളൊരു വലിയ പ്ലാന്റ് ഇതാ പനാമ പസഫിക്കിൻ്റെ ഒരു പ്ലാന്റാണ്. ആമ്പയൊക്കെ നമ്മൾ വലിയ പ്ലാന്റ് ആണെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് 2 പൂട്ട് പ്ലാന്റൊക്കെ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഇട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ പ്ലാന്റ് സേഫായിട്ടിരിക്കും. വെള്ളത്തിൽ വെച്ച് അല്പം ഒന്ന് വെള്ളം കയറുമ്പോൾ ഒന്ന് ലൂസാവും കവറും കൊണ്ട്. പ്ലാന്റ് ഒടിയൊന്നും ചെയ്യില്ല. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മെക്സിക്കൻ സോള് കൂടുതൽ ഉണ്ടാ ഭയങ്കര വലുതെടുത്ത് കഴിഞ്ഞാലും കുറച്ച് പാടാണ്. ജസ്റ്റ് ഇതിനെ ഞാൻ ആദ്യമേ മടക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മടക്കാൻ പാടാണ്. മെക്സിക്കൻ സോഡൊക്കെ ഇങ്ങനെ മടക്കിയില്ലെങ്കിലും നന്നായിട്ടിരിക്കും, കാരണം അത് പുറത്ത് നിർത്തി ഞാൻ വളർത്തിയെടുക്കുന്നതാണ്. വെള്ളത്തിൽ മുക്കിയിട്ട് തന്നെ മടക്കാം. വെള്ളത്തിൽ മുക്കിയിട്ട് മടക്കുമ്പോൾ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിയില്ല അത്. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കറി കവറുകൾ എടുക്കുന്നതിന് കുറച്ച് ബെറ്റർ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിബ് കവർ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാം. സിബ് ലോക്ക് കവർ എന്ന് പറഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ വലിയതുണ്ടായിരുന്നു, ആ കവർ തീർന്ന് ഞാൻ വലിയ കവറിലാണ് ഇത് കൊടുക്കുമായിരുന്നത്. പക്ഷേ വലിയ കവർ തീർന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം. ഇന്ന് ഇതിൽ തന്നെ അയക്കാൻ പോകുന്നത്. ഇതാകുമ്പോൾ 2 കവർ ഇടേണ്ടി വരും. എന്നിട്ട് ഇവിടെ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ബ്രൗൺ സെലോ ടേപ്പ് വെച്ച് നമ്മൾ പാക്കിംഗ് ടേപ്പ് വെച്ച് ജസ്റ്റ് ഒരു കട്ടിങ് ഒട്ടിച്ചു കൊടുക്കും. ഇതുപോലെ നമ്മൾ ബ്രൗൺ ഇത് വെച്ച് നമ്മളിതുപോലെ ചുറ്റി കൊടുക്കണം. അവിടെ നിന്ന് ജസ്റ്റ് വെള്ളം ലീക്കാവില്ല, എന്നാൽ എന്തെങ്കിലും ഒരു ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 3 പ്ലാന്റ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇത് പ്ലാന്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റും. ഒരു 7 അല്ലെങ്കിൽ 8 ദിവസം ഉറപ്പായിട്ട് പ്ലാന്റ് ഇരിക്കും. പക്ഷേ ഒരു 4 ദിവസം കൊണ്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്ലാന്റ് സേഫായിട്ട് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് ഒരു 4 ദിവസം കൊണ്ടൊക്കെ എത്തുന്ന പ്ലേസിൽ അയക്കുന്നതിനും കുറച്ച് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടിയുള്ള പാക്കിങ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. പ്ലാന്റ് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ 3 പ്ലാന്റ് എടുത്ത് വയ്ക്കുക. 3 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സ്ഥലം കിടക്കുകയാണെങ്കിൽ ആ സ്ഥലം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിലൊക്കെ ഇത് കുറച്ച് തിക്ക്, കാരണം സൈഡ് അത് കട്ടി കുറവുള്ള പെട്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൈഡിലൊക്കെ ഉണ്ട്, ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ട് പ്ലാന്റ് നിന്നോളും. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ തെർമോക്കോളം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐഡിയയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ തെർമോക്കോൾ ഇല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കീറുക. എന്നിട്ട് ഇതിനെ ചുരുട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ തെർമോക്കോളിൻ്റെ ഏകദേശം ഒരു ആക്ട് ചെയ്തോളും. ഇനി നമ്മൾ അവസാനത്തെ പ്ലാന്റ് വെച്ചു. ഇനി അതിന് നമ്മളിതുപോലെ പത്ര പേപ്പർ വെച്ച് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഓക്കെ, എല്ലാ സൈഡിലും വെച്ച് കൊടുത്ത് പ്ലാന്റ് ഫുള്ള് നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. ഇനി പ്ലാന്റ് നന്നായിട്ടിരുന്നോളും. ഇനി നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ, നമുക്ക് പ്ലാന്റ് ഇതാ ചുറ്റിച്ചെടുക്കാം. ആദ്യം ബ്രൗൺ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ചില സ്ഥലത്തൊക്കെ ചെറിയ കീറലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചുവിട്ട് കൊടുക്കുമ്പോൾ അതിലൂടെ അങ്ങ് കറക്റ്റാക്കി കൊടുക്കുക. കണ്ട ഇവിടെയൊക്കെ ജസ്റ്റ് നല്ല ഞാനിതിൽ ഇതുപോലെ ഒരു 3 ചുറ്റിടും. എന്നിട്ട് അതിനകത്ത് നടുക്കൂടെ ചെയ്ത പോലത്തെ ഒരു ചുറ്റി ഉണ്ട്. ഇവിടെ ഇതുപോലെ ഇട കിടക്കാത്ത രീതിയിൽ ടൈറ്റായിട്ട് പിടിച്ചൊരു ചുറ്റി കൊടുത്താൽ മാത്രമേ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഭാഗത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അഡ്രസ്സിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും അവർ കൊണ്ടുപോകുന്ന സമയത്ത് മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ ചെറിയ വെള്ളാംശമൊക്കെ വിടുന്നു കഴിഞ്ഞാൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾ സ്കെച്ച് വെച്ചൊന്നും ഇവിടെ എഴുതി കളയല്ലേ. സ്കെച്ച് വെച്ച് നമുക്ക് വാട്ടർ പ്ലാന്റ്സ്, ലൈവ് പ്ലാന്റ്സ് എന്നൊക്കെ പെർമനൻറ്റ് മാർക്ക് വെച്ച് പിന്നെ എഴുതാം. അല്ലാതെ നിങ്ങൾ അഡ്രസ്സ് എഴുതുന്ന സമയത്ത്
സ്കെച്ച് പെൻ വെച്ച് എഴുതരുത്. അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു വെള്ളത്തിന് ഡ്രോപ്പ് വീഴുന്നാൽ തന്നെ സ്കെച്ച് പെൻ വെച്ചാണെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ അഡ്രസ്സും ഇതിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടി അഡ്രസ്സും എടുത്ത് എഴുതിയതിന് ശേഷം ഒരു ചുറ്റും നമ്മളിങ്ങനെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല സേഫായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പ്ലാന്റ് പാക്കിങ്. അതിനുശേഷം ഇതുപോലത്തുള്ള പെർമനൻറ്റ് മാർക്കർ അവൈലബിൾ ആണ് കടകളിൽ. നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ട് ലൈവ് പ്ലാന്റ്, ഇങ്ങനെ ഒരു പ്ലേസിലല്ല, ലൈവ് പ്ലാന്റ് എന്ന് നമ്മളിതുപോലെ കുറച്ച് പ്ലേസുകളിലൊക്കെ എഴുതിയിരുന്ന അവർ കുറച്ച് ശ്രദ്ധിച്ച് പെട്ടെന്നോട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലൈവ് പ്ലാന്റ്. ഓക്കെ, നമ്മളെ കൊറിയർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൊറിയർ അയക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊറിയറിൽ ഇതിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ചിലരൊക്കെ ഇതിന് നമ്മുടെ ഈ അഡ്രസ്സ് എഴുതുമ്പോൾ അവർക്ക് കുറച്ച് നല്ല അവരുടെ ലോഗോസോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യുക. അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാനിന്ന് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നമ്മുടെ കയ്യിൽ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സേഫായിട്ട് എത്തിക്കുന്നുണ്ട്. ആവശ്യമുള്ള വാട്ടർ പ്ലാന്റ്സും അതുപോലത്തുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്നെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ കൊറിയർ അയക്കുന്നതിലേക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്.